തോറ്റു തുടങ്ങുന്ന മുമ്പേ പേടിക്കണം. ദൈവത്തിന്റെ പോരാളികൾ തോറ്റേ തുടങ്ങും. മാസാക്കാനാണെങ്കിലും ട്രോളാക്കാനാണെങ്കിലും എഴുതിത്തള്ളാൻ കഴിയാത്ത ഈ പോരാളികൾ തിരിച്ചു വരുന്നോന്ന് ചെറിയൊരു സംശയം. കിരീടം നേടിയ വർഷങ്ങളിൽ മാത്രമല്ല, പല സീസണുകളിലും പിന്നിൽ നിന്ന് മുന്നോട്ട് കുതിക്കുന്ന മുംബൈയുടെ ഫയർ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. 2013, 14, 15, 19 സീസണുകളിലൊക്കെ മുംബൈ തിരിച്ചുവരവിന്റെ കഥകൾ എഴുതിയിട്ടുള്ളതാണ്. 2025 ഞാൻ ആ പഴയ മുംബൈ കണ്ടിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ട്. ഡൽഹി മുംബൈ പോരാട്ടം. മത്സരം രണ്ട് ടീമുകളുടെയും കയ്യിലേക്ക് ഇങ്ങനെ ചാഞ്ഞു നിൽക്കുന്ന സമയത്ത് 12 റൺസിന്റെ വിജയം മുംബൈ നേടുമ്പോൾ ഒരു ഹാട്രിക് റൺഔട്ട് അവിടെ നടന്നിട്ടുണ്ടായിരുന്നു. അഷ്ടോഷ് ശർമ്മ മുതൽ മോഹിത് ശർമ്മ വരെ തുടരെ 3 ബോളുകളിൽ ഔട്ടായി പുറത്തു പോയപ്പോൾ ആ ഒരു ടീമിന്റെ ഫയർ കണ്ടു. അവിടെ നിന്ന് അവർ കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് തുടങ്ങി. ആദ്യ 5 4 മത്സരങ്ങളും തോറ്റ് ലക്നൌവിനെതിരെയും RCBക്കെതിരെയും 12 റൺസിന് തോറ്റു നിൽക്കുന്ന ടീം ഈ ടൂർണമെന്റിലെ ഏറ്റവും കൺസിസ്റ്റന്റ് ടീമായിട്ടുള്ള ഡൽഹിക്കെതിരെ 12 റൺസിന്റെ വിജയത്തോടുകൂടി എല്ലാ ടീമുകൾക്കും കൃത്യമായ ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പിന്നീട് ഹൈദരാബാദിനെ 4 വിക്കറ്റിനും അവരുടെ എക്കാലത്തെ നമ്പർ 1 എതിരാളിയായിട്ടുള്ള ചെന്നൈ 9 വിക്കറ്റിനും പരാജയപ്പെടുത്തിക്കൊണ്ട് രണ്ടാം വരവിനുള്ള കളമൊരുക്കി തുടങ്ങിയിട്ടുണ്ടോ മുംബൈ? മുൻനിരയും മധ്യനിരയും ആത്മവിശ്വാസം തിരികെ പിടിക്കുന്നു. ബുംറയുടെ വരവോടുകൂടി ബൗളിങ്ങിന് മൂർച്ച കൂടുന്നു. ആത്മവിശ്വാസത്തോടുകൂടി എതിരാളികളോട് അവർ പറയുന്നുണ്ടായിരിക്കും, വാടാ മുംബൈ തിരികെ വന്നോ. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? കമന്റ് ബോക്സ് പറയട്ടെ.